നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. വളരെ ഒരു ഞെട്ടലിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ വീഡിയോ നിങ്ങൾ കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് സംവദിക്കുന്നത്. ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത് ഇന്ന് ഒരു 3 മണിക്കൂർ മുമ്പ് ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. കോഴിക്കോട് താമരശ്ശേരിയിൽ ഉമ്മയെ ആഷിഖ് എന്ന് പറയുന്ന മകൻ, അതായത് അദ്ദേഹം മയക്കുമരുന്നിന് അടിമയായി ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വീട്ടിലേക്ക് വന്നതാണ്. ഉമ്മയെ അതിക്രൂരമായി മകൻ കൊന്നിരിക്കുന്നു. കേവലം ഒരു ദിവസം മുമ്പ് മാത്രമാണ് കൊല്ലത്തോ മറ്റോ ഒരു ഇതുപോലെ മയക്കുമരുന്നിന് അടിമയായ ഒരാൾ അയൽവാസികളായിട്ടുള്ള ഒരു അച്ഛനും അമ്മയെയും മകളെയും അതിക്രൂരമായി കൊന്നത്. ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ. അപ്പൊ നമ്മുടെ കേരളം വലിയൊരു അപകടത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഈ അപകടം എങ്ങനെയാണ് കേരളത്തെ ബാധിച്ചു തുടങ്ങിയത് എന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലോകത്ത് മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന, അതായത് ലാവോസ്, മ്യാൻമർ, തായ്ലൻഡ് എന്നുള്ള ഒരു മേഖല, അതായത് നമ്മുടെ വടക്ക് കിഴക്കേ മേഖല, മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ്, ഇവിടങ്ങളിലാണ് 1950 മുതൽ തന്നെ ഏറ്റവും ഈ കറുപ്പും ഇതുപോലെയുള്ള മയക്കുമരുന്നൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരുന്നവര്. ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് ഇവർ അറിയപ്പെടുക. ഈ ഗോൾഡൻ ട്രയാങ്കിളിലാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭാഗ്യവശാൽ നമ്മുടെ കിഴക്കൻ മേഖല, അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചെറിയ മിസോറാം പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇവരുടെ വിപണന മേഖലയായി ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റെല്ലാം ചൈനയിലേക്കോ മറ്റു ഭാഗങ്ങളിലേക്കാണ് അവർ പോയിരുന്നത്. ഈ അപകടം നമ്മളെ കാര്യമായിട്ട് ഗോൾഡൻ ട്രയാങ്കിൾ ബാധിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ ബാധിക്കുന്ന ഈ മയക്കുമരുന്ന് വരുന്നത് വേറൊരു മേഖലയിൽ നിന്നാണ്. അതിന് ക്രസന്റ് ട്രയാങ്കിൾ എന്നാണ് പറയുക. ഈ ക്രസന്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ഇറാൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തജിക്കിസ്ഥാന്റെ ഒരു ഭാഗവും ഈ അടങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ ക്രസന്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ക്രസന്റ് ട്രയാങ്കിൾ ആണ് രണ്ടാമതായി ലോകത്തെ ഏറ്റവും അധികം ഓപ്പിയവും ഇതുപോലെ മയക്കുമരുന്നും ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം. നമ്മൾ കൊളംബിയയെ കുറിച്ചൊക്കെ കേൾക്കാം. പക്ഷെ കൊളംബിയയെക്കാളും അധികം നമ്മൾ ഏഷ്യയിലെ തന്നെ 2 പ്രദേശങ്ങളാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്നും ക്രസന്റ് ട്രയാങ്കിൾ എന്നും അറിയപ്പെടുന്ന 2 പ്രദേശങ്ങളാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഈ ക്രസന്റ് ട്രയാങ്കിൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, കേരളത്തെ ബാധിക്കുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ക്രസന്റ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, തജിക്കിസ്ഥാൻ മേഖല, ഈ മേഖലയിൽ നിന്നുള്ള മയക്കുമരുന്നുകൾ കൂടുതലും ഭാരതത്തെയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഭാരതത്തിന്റെ ചില ഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാരതത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇത് വലിയ തോതിൽ ബാധിച്ചത് പഞ്ചാബിനെയാണ്, അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിനെയാണ്. പിന്നെ രാജസ്ഥാൻ, ജമ്മു കാശ്മീർ ഇതിന്റെ വലിയൊരു വിപണന കേന്ദ്രവും ഈ വിതരണ ശൃംഖലയിൽപ്പെടുന്ന ഒരു പ്രദേശമാണ്. ജമ്മു കാശ്മീർ, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഈ അതിർത്തി സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം വന്നിരുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും കരുത്തുറ്റ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. കർഷകരുടെ ഒക്കെ പ്രദേശം, വലിയ രീതിയിലുള്ള കർഷകരുടെ പ്രദേശം. ആ പ്രദേശത്തെ ഏകദേശം വലിയൊരു ശതമാനം, 50-ലധികം ശതമാനം ചെറുപ്പക്കാരും ഈ മയക്കുമരുന്നിന് അടിമകളാകുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ സൈന്യത്തിന്റെ ഒക്കെ നട്ടെല്ലാണ് സിഖുകാര്. ആ ഒരു പ്രദേശം വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടു. പക്ഷെ കേരളത്തെ ഇത് വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല. കുറച്ചു കാലം മുൻപ് വരെ മാത്രം നമുക്ക് അത്തരം കാര്യങ്ങളിൽ നമുക്ക് അറിയാമായിരുന്നു, കേരളത്തെ ഇത് ബാധിച്ചിരുന്നില്ല. നമ്മുടെ എയിംസ്, ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്റർ, അവര് 2019 പുറത്തിറക്കിയ ഒരു മാഗ്നിറ്റ്യൂഡ് റിപ്പോർട്ട്, ഒരു സർവേ റിപ്പോർട്ട്, മാഗ്നിറ്റ്യൂഡ് റിപ്പോർട്ട് എന്നാണ് പറയുക. അത് പറയുന്നത് 2018 വരെ 5 കോടി ഇന്ത്യക്കാർ കഞ്ചാവും ഓപ്പിറ്റ്യൂഡും ഒക്കെ ഉപയോഗിച്ചിരുന്നു ഇന്ത്യയിൽ. 5 കോടി, നിങ്ങൾ മനസ്സിലാക്കണം, 5 കോടി ഇന്ത്യക്കാർ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. 8.5 ലക്ഷം പേര് മയക്കുമരുന്ന് കുത്തിവെക്കുമായിരുന്നു എന്ന്. 8.5 കോടി പേര്. ഇത് വലിയൊരു
അപകടാവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ ചൂഴ്ന്നു നോക്കുന്നത്. വലിയൊരു അപകടാവസ്ഥയിലാണ്, ഇല്ലെങ്കിൽ അപകടത്തേക്കാൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ കൊച്ചു കേരളം എങ്ങനെ ഇതിന്റെ ശൃംഖലയിൽ എത്തി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ചെറിയ ചരിത്രപരമായ ഒരു കാരണമുണ്ട്. ഇതിന് കളമൊരുക്കിയ, നിലമൊരുക്കിയ ചില ആളുകളുണ്ട്. അത് സാംസ്കാരിക മേഖലയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നുള്ള ചിലര്. നമുക്കറിയാം ആഷിഖ് അബുവിന്റെ ഒക്കെ മട്ടാഞ്ചേരി മാഫിയ. ഈ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള ഒരു പ്രയോഗം സന്ദീപ് ജി വാര്യറാണ് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഇത്തരം ഒരു പ്രയോഗം നടപ്പിൽ വരുത്തിയത്. ഇന്നത് സർവ്വസാധാരണമായി എല്ലാവരും ഉപയോഗിക്കുന്നു. ആ മട്ടാഞ്ചേരി മാഫിയയിൽപ്പെട്ട ചില നടന്മാര്, ശ്രീനാഥ് ബാസി അടക്കം, ഷാൻ ടോം ചാക്കോ അടക്കം ഇത്തരം കേസുകളിൽ പെട്ടു. നിങ്ങൾക്കറിയാം, ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ ആഷിഖ് അബു ഒരു സിനിമ പോലും ഇതിനെ ഇറക്കി. പതുക്കെ പതുക്കെ കേരളത്തിലേക്ക് എങ്ങനെയാണ് ഈ കഞ്ചാവിന്റെ വരവുണ്ടായത്? സാഹിത്യ മേഖലയിൽ, സിനിമാ മേഖലയിൽ ചില ആളുകൾ ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് മദ്യമൊക്കെ കഴിക്കുന്നത് അച്ഛനും മക്കളും ഇരുന്ന് കഴിക്കുന്നു. ഇതൊരു മദ്യം സ്വാഭാവികമായിട്ട് കഴിക്കുന്നു. ഇപ്പൊ അച്ഛൻ മരിച്ചാൽ പോലും ആദ്യം ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് മറ്റേ വെള്ളത്തിന് ഓർഡർ ചെയ്യുന്ന ഒരു മക്കളുള്ള ഒരു സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു. അപ്പോ അത് സ്വാഭാവികമായിട്ട് ഈ മദ്യം എന്നുള്ളത് വലിയ വിഷയമില്ല എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്താൻ ചില സിനിമകൾക്കും ചില ആളുകൾക്കും കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ എന്ത് പറഞ്ഞാലും സിനിമാ മേഖല സ്വാധീനിക്കുന്നുണ്ട്. ആ സിനിമാ മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗം എന്നുള്ളത് വലിയ വിഷയമല്ല എന്നുള്ളത് മാത്രം നടപ്പിൽ വരുത്താൻ ചിലർ ശ്രമിച്ചു. അത് മാത്രമല്ല, ഈ ലഹരി കൈവശം വെക്കുന്നതിന് കിട്ടുന്ന കുറഞ്ഞ ശിക്ഷ, ചെറിയ അളവിലുള്ള ലഹരി കൈവശം വെച്ചാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം. അപ്പോ ഈ മേഖലയിലുള്ള നിയമനിർമ്മാണത്തിന്റെ അപര്യാപ്തതയൊക്കെ ഈ വലിയ തോതിൽ ഇതിന്റെ വ്യാപനത്തിന് ബാധിച്ചിട്ടുണ്ട്. അതിനും അപ്പുറം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ തീവ്രവാദികൾ, മത തീവ്രവാദികളാണ് ഇതിന്റെ വ്യാപനത്തിന് അടുത്തിടെ വലിയ രീതിയിൽ അതിന്റെ പിറകിൽ അവരുടെ ധനസ്രോതസ്സായി, അവരുടെ സാമ്പത്തിക സ്രോതസ്സായി ഇത്തരം ഈ മയക്കുമരുന്നിന്റെ വിപണനവും വിതരണവും അവര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ക്രസന്റ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ മേഖല നമുക്കറിയാം ഒരു ഇസ്ലാമിക പശ്ചാത്തലമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത തീവ്രവാദികൾക്ക് ഏറ്റവും അധികം ഒരു ആക്സസ് ഉള്ള സ്ഥലമായി അത് മാറി. അവരിലൂടെ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കള്ളക്കടത്ത്, ഇവരുടെ ഈ മത തീവ്രവാദികൾ അവർ സാമ്പത്തിക ഉപയോഗിക്കുന്ന കള്ളനോട്ടടി, ഹവാല, കുഴൽപ്പണം, അതൊക്കെയായിരുന്നു ഇവരുടെ സാമ്പത്തിക സ്രോതസ്. കുഴൽപ്പണം. ഒരു കാലത്ത് നമ്മളൊക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം, നോട്ട് നിരോധനം, ഡിമോണിറ്റൈസേഷന് മുമ്പ് വാതിൽ തുറന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളെ വീട് സ്ഥലം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ച ആളുകൾ നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം അതൊക്കെ കൃത്യമായിട്ട് തടയപ്പെട്ടു. ഹവാല പണം നിന്നു, അതുപോലെ തന്നെ കുഴൽപ്പണം നിന്നു, കള്ളനോട്ടിന്റെ ഒരുപാട് കാര്യങ്ങൾ നിന്നുപോയി. പാകിസ്ഥാനിൽ നിന്നും അച്ചടിച്ച നമുക്ക് കണ്ടെയ്നർ നോട്ടിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ സർക്കാരുകളുടെ സംയോജിതമായ ഇടപെടലുകളിൽ നിന്നുപോയി. പക്ഷെ അതിനുശേഷം ഈ സ്വർണ്ണക്കടത്തും ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ട് തടയാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഇടതുപക്ഷ സിനിമാ പ്രവർത്തകരെന്ന് നടിക്കുന്ന ആളുകൾ, അവരാണ് ഈ മയക്കുമരുന്നിനെ ഇടുക്കി ഗോൾഡ് എന്നൊക്കെ ഉള്ള ഒരു സിനിമയിലൂടെ ഇതിനെ മഹത്വവൽക്കരിച്ചത്. അത്തരം ആളുകൾ നമുക്കറിയാം, ഒരു CPM-ന്റെ വലിയൊരു നേതാവായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഈ മയക്കുമരുന്ന് കേസിൽ എത്രയോ ഒരു വർഷത്തിലധികം ജയിലിൽ കടന്നു. എത്ര ലജ്ജാകരമായ, നാണം കെട്ട ഒരു കാഴ്ചയാണ് നോക്കൂ. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ നമ്മുടെ നയതന്ത്ര പാസ്പോർട്ടൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വർണം കടത്തി അതിന് മുഖ്യമന്ത്രി ഇടപെട്ടു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയും കേരളം കേട്ടു. അത് ഇന്നും അന്വേഷണ പരിധിയിലാണ്. അപ്പോ ഞാൻ പറയുന്നത്, ഇടതുപക്ഷത്തെ ചില ആളുകളെ, ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു സവർണരെന്ന് പറയുന്നത് ഞാൻ ജാതീയപരമായിട്ടുള്ളതല്ല, അതിലും ഈ മറ്റേ ആ ചുവന്ന കോട്ടൊക്കെ ഇട്ടിട്ട് റെഡ് വാളണ്ടിയേഴ്സിന്റെ വേഷമിട്ട് ഇന്നും ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു പാവപ്പെട്ടവരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ആദർശം കൊണ്ട് നിൽക്കുന്ന, ചെങ്കൊടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവനാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകള്, പാവങ്ങള്. അവരല്ലാതെ അവർക്ക് മുകളിൽ ഒരു വിഭാഗമുണ്ട്, മേൽത്തട്ട് വിഭാഗമുണ്ട്. ഈ മേൽത്തട്ട് വിഭാഗത്തിൽ നല്ല ഒരു പിടി ആളുകളുണ്ട്, നല്ല സഖാക്കന്മാരുണ്ട്, ഒരു പിടി നല്ല ആളുകള്. അവരെ പോലും ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ, അവരെ നിയന്ത്രിക്കുന്ന ചില ആളുകള് സ്വർണം പൊട്ടിക്കൽ. നിങ്ങൾക്കറിയാം, അർജുൻ തായങ്കരി, ഈ എന്തോ അതിൻ്റെയൊക്കെ പേര് തന്നെ ഓർമ്മിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഇവിടെയുള്ള ചില കൊട്ടേഷൻ ടീമുകൾ
അർജുൻ ആയങ്കിയോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള സ്വർണം പൊട്ടിക്കല്, സ്വർണ്ണക്കടത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ടും കുറെ സഖാക്കന്മാരുടെ പേര് കേട്ടു. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് വരെ കേട്ടു. മയക്കുമരുന്നിന്റെ പേരിൽ ഒരു സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെ അകത്ത് കിടന്നു. ഇങ്ങനെ ഇടതുപക്ഷത്തെ ചില നേതൃത്വത്തെയോ ചില ആളുകളെയോ ഏതൊക്കെയോ രൂപത്തിൽ ഈ മത തീവ്രവാദികൾ ഉൾപ്പെടുത്തുകയുണ്ടായി ഈ കാര്യത്തിൽ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഭരണത്തിൽ അവരെത്തിയപ്പോ ഇവർക്ക് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ ഈ മയക്കുമരുന്നിന്റെ വ്യാപനം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. തൊഴിലില്ലായ്മ അതിരൂക്ഷമായ ഈ ഒരു സാഹചര്യം, നമ്മുടെ മണ്ണ് ഒരു വ്യവസായ സ്ഥാപനങ്ങളില്ലാതെ മുരടിച്ചു പോകുന്ന ഈ മണ്ണിൽ ഇനി ഉണ്ടാകുന്നത് ഏറ്റവും അധികം ആളുകളുടെ ചെറുപ്പക്കാരുടെ തൊഴിൽ എന്ന് പറയുന്നത് കൊട്ടേഷൻ തൊഴിലായിരിക്കും. ഈ കേരളത്തിൽ നിന്ന് കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മലയാളികളായ ചെറുപ്പക്കാർ പോകുന്ന കാലഘട്ടം അനധി വിദൂര ഭാവിയിൽ നമുക്ക് കാണേണ്ടി വരും. കാരണം അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നു. ഈ നമ്മൾ ചുംബന സമരത്തിലേക്ക് അരാജകത്വം എല്ലാ മേഖലയിലും കൊണ്ടുവരുന്നു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് വ്യാപകമാകുന്നു. ഇതിനൊരു ഇടതുപക്ഷ പശ്ചാത്തലം നൽകുന്നു. ഇതിനെ കൃത്യമായിട്ട് ഇടതുപക്ഷ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മത തീവ്രവാദികൾ അവർക്ക് ഉപയോഗിക്കാനുള്ള ഞാൻ അത് പറയുന്നത് എൻ്റെ പോലും ജീവിതാനുഭവത്തിൽ എനിക്ക് പോലും ഈ ഒരു ഇതുപോലെ ചെറുപ്പക്കാരെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചു. ഞാൻ ഇടപെട്ടപ്പോ സ്റ്റേഷൻ SI പറഞ്ഞു അങ്ങനെ ഒരു കേസേ ഇല്ല എന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നു. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കൃത്യമായിട്ട്. അന്ന് അവിടുത്തെ ഒരു പള്ളി കമ്മിറ്റിയുടെ ആളുകൾ, നിഷ്കളങ്കരാണ് അവരുടെ നാട്ടിലെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുറച്ച് ആളുകൾ, കുറച്ച് ചെറുപ്പക്കാർ ഇങ്ങനെ കേസിൽ കുടുങ്ങിയപ്പോൾ അവരിടപെട്ടു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ ഒരു പറ്റി ഇത്ര നല്ല കുടുംബത്തിലെ ആളുകളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടതെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഈ SI ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ CIക്കെതിരെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ടു, 153A ഇട്ടു, കേസെടുത്തു. അങ്ങനെ പോലും ആ പരാതിപ്പെട്ട തെറ്റുകാർക്കല്ല, പരാതിപ്പെട്ട ഇത് സത്യം വിളിച്ചു പറഞ്ഞ ആൾക്കെതിരെ കേസെടുക്കുന്ന ഒരു കാലഘട്ടം പോലും ഉണ്ടായി കേരളത്തിൽ. ഇന്നും ഇവരുടെ നെക്സസ് വലിയതാണ്, ഈ മയക്കുമരുന്ന് ലോബിയുടെ നെക്സസ്. അതിന് കൃത്യമായിട്ട് ഇടതുപക്ഷത്തെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബീവറേജസ് കോർപ്പറേഷന് മുമ്പിൽ മദ്യപിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നവരൊക്കെ കാവി കൊടുത്ത് കയ്യിൽ ചരട് കെട്ടിയ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളായിരിക്കും. മദ്യത്തിന് അടിമകളായി. അവരുടെ മരണവും ജനനവും ഏത് ചടങ്ങുണ്ടെങ്കിലും മദ്യത്തിൽ ആറാടി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി ഹിന്ദു സമൂഹം മാറുമ്പോൾ മയക്കുമരുന്ന് ഏറ്റവും അധികം ബാധിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. അതിന്റെ വിതരണത്തിനും ഉപയോഗിക്കുന്നത് ഈ മത തീവ്രവാദികൾ അതിൽ പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഈ നിരപരാധികളായ അല്ലെങ്കിൽ നിഷ്കളങ്കരായ ഈ മുസ്ലിം ചെറുപ്പക്കാരെ ഇതിനുപയോഗിക്കുന്നു. ഇന്ന് നിങ്ങളൊരു പത്രം എടുത്തു നോക്കി, മയക്കുമരുന്നിന്റെ പേരിൽ പിടികൂടിയതിൽ 98% ആളുകളും മുസ്ലിം സമുദായത്തിൽ നിന്നാകുന്നത് ഈ മത തീവ്രവാദികൾ ഈ ക്രസന്റ് ട്രയാങ്കിൾ വഴി വരുന്ന മയക്കുമരുന്നിന്റെ വിപണനം അത് ഈ മത തീവ്രവാദികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിൽ. അതിന് ഇടതുപക്ഷത്തിന്റെ ഒരു ഉള്ളിലൂടെയുള്ള പരോക്ഷമായ സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ചില നേതാക്കളെ ഇവർക്ക് അടിമപ്പണി ചെയ്യുന്നതിലേക്ക് നിർബന്ധിതരാക്കിയിട്ടുണ്ട് ഇവര്. ആ രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്തിലേക്ക് എത്തി. അവിടെ നിന്നായിരുന്നു ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വന്നിരുന്നത്. ഇന്നത് നേരെ നമുക്കറിയാം ലക്ഷദ്വീപിലേക്ക് എത്തി. ലക്ഷദ്വീപിലേക്ക് എത്തി അവിടെ നിന്ന് കൃത്യമായിട്ട് കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് തടഞ്ഞു. ലക്ഷദ്വീപ് കൃത്യമായി നിരീക്ഷണത്തിലാക്കിയപ്പോൾ ഇപ്പോഴും അതിന് കുറവില്ല. ഇപ്പൊ കുറച്ച് കുറവ് ഇത് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരോ നമ്മുടെ ഭരണകൂടമോ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹമോ ഇതിനെക്കുറിച്ച് ഇനിയും ബോധവാന്മാരായിട്ടില്ല. മയക്കുമരുന്നിന്റെ വ്യാപനം പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനും ഇതിനെ പ്രതിരോധിക്കാനും ആദ്യം ഇറങ്ങേണ്ടത് ഇവിടെ ഇസ്ലാമിക പണ്ഡിതന്മാരും അവരുടെ മുതിർന്ന കാരണവന്മാരും മഹല്ല് കമ്മിറ്റികളുമാണ്. കാരണം ഏറ്റവും അധികം ഈ മയക്കുമരുന്നിന്റെ വിപണനത്തിലൊക്കെ അകപ്പെടുന്നതും പോലീസുകാരുടെ ഇല്ലെങ്കിൽ നിയമപാലകരുടെ കൈവശത്ത് അകപ്പെടുന്നതും ഇതിന്റെ അടിമകളാകുന്നതും മുസ്ലിം ചെറുപ്പക്കാരാണ്. അത് ആ സമൂഹം കൃത്യമായിട്ട് പ്രതിരോധിക്കേണ്ടതാണ് അവര്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് കരുതി എന്നെ മറ്റൊരു രീതിയിൽ കാണരുത്. യാഥാർത്ഥ്യമാണ് ഞാൻ ഇത് പറയുന്നത്. അത് നമുക്ക് ഓരോ ദിവസം പത്രം വായിച്ചാൽ അറിയാം. ഓരോ സമൂഹവും ഇപ്പൊ മദ്യത്തിന്റെ ആസക്തി ഏറ്റവും അധികം ഭൂരിപക്ഷ സമുദായത്തിനാകുമ്പോൾ അതിനെ ഈ ഒരു കോൺഗ്രസ് പാർട്ടിയെ പോലെ ആർക്കു വേണമെങ്കിലും എന്തും ചെയ്യാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു ഹിന്ദു സമൂഹത്തിന് അതിനെ പ്രതിരോധിക്കുക കുറച്ച് അസാധ്യമാണ്.
അത് സ്വാഭാവികമായും അവർ പിൻവലിഞ്ഞു പോകും. ഈ മദ്യത്തിന്റെ ആസക്തിയിൽ നിന്ന് സ്വാഭാവികമായി കാലക്രമേണ അവർ പിൻവലിഞ്ഞു പോകും. പക്ഷെ മയക്കുമരുന്ന് നമുക്കുണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ല. ഇക്കാര്യത്തിൽ എല്ലാവരും തന്നെ വലിയ രീതിയിൽ മുന്നിട്ടിറങ്ങി ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ദയവേത് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നമസ്കാരം.